ഹായ് ഗൈസ്, എന്നോട് ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമാണ് യു കെയിൽ ട്രക്ക് ലൈസൻസ് എടുക്കണ ഒരു ഫുൾ വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. യു കെയിൽ ട്രക്ക് ലൈസൻസ് എടുക്കണമെങ്കിൽ ആദ്യം തന്നെ 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. പിന്നെ യു കെയിലെ വാലിഡ് ആയിട്ടുള്ള കാർ ലൈസൻസും നമുക്ക് വേണം. കാർ ലൈസൻസ് മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും നമുക്ക് വിഷയമല്ല, രണ്ടാണെങ്കിലും നമുക്ക് എടുക്കാം. ഇനി ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ട് 21 വയസ്സ് കഴിഞ്ഞിരിക്കണം. ഇനി അടുത്ത് വന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. അത് നമുക്ക് GP വഴിയോ അതല്ലെങ്കിൽ പ്രൈവറ്റ് ഒരു ഹോസ്പിറ്റൽ വഴിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂൾ വഴിയോ എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആപ്ലിക്കേഷൻ വെക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് 2 ഫോമാണ്. ഒന്ന് D2 ഫോമും 2 D4 ഫോമും. ഇതിൽ D2 ഫോം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിലും ലൈസൻസ് നമ്പറും കാര്യങ്ങളാണ് അതിനകത്ത് തന്നെ. അതൊന്നല്ലെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ വഴി വാങ്ങാം, അതല്ലെങ്കിൽ നമ്മുടെ DVLAയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പോസ്റ്റ് ഓഫീസ് വഴി നമ്മുടെ വീട്ടിലേക്ക് അയച്ചു തരും. ഇനി അടുത്തത് D4 ഫോമാണ്. D4 ഫോം നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ഫുള്ളും ഡോക്ടറാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ GP വഴി എടുക്കാം, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ വഴി എടുക്കാം, അതും അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ വഴിയും ഇതെടുക്കാം. അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ D2 ഫോമും D4 ഫോമും കൂടി വെച്ച് അതിൻ്റെ കൂടെ നമ്മുടെ ലൈസൻസ് കൂടി അറ്റാച്ച് ചെയ്ത് പോസ്റ്റ് വഴി DVLAക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ പ്രൊഫഷണൽ ലൈസൻസ് ആഡ് ചെയ്ത് DVLA നമുക്ക് തിരിച്ചയക്കും. വിത്തിൻ 3 വീക്കിനുള്ളിൽ DVLA നമ്മുടെ ലൈസൻസ് കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് നമ്മുടെ ലൈസൻസ് പോസ്റ്റ് ചെയ്യും. അപ്പം നമ്മുടെ കയ്യിൽ പോസ്റ്റ് ചെയ്ത് നമ്മുടെ ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് വലിയ മാറ്റമൊന്നും കാണില്ല. നമുക്ക് DVLAയുടെ സൈറ്റിൽ കയറി നമ്മുടെ ലൈസൻസ് നമ്പർ അടിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ട്രക്കിൻ്റെ പ്രൊഫഷണൽ ലൈസൻസ് ആഡ് ചെയ്ത് വന്നോ ഇല്ലയോ എന്ന്. ഇത്രയൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ട്രക്കിൻ്റെ പ്രൊഫഷണൽ ലൈസൻസിൻ്റെ ഘട്ടം കഴിഞ്ഞു. ഇനി വരുന്നത് തിയറി സെക്ഷനാണ്. തിയറിയിലേക്ക് വരുമ്പോൾ 3 തിയറിയാണ് നമുക്ക് വന്നെ. കാറിൻ്റെ പോലെ തന്നെ സെയിം ആണ് നമുക്ക് വന്നത്. എക്സാം സെൻറ്ററിൽ പോയാണ് നമുക്ക് എഴുതേണ്ടത്. 3 നമുക്ക് എഴുതാം. ഓരോ ദിവസം ഓരോ എക്സാമായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 3 എക്സാമും വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇനി 3-ൽ ഒരെണ്ണമെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആണ്. അത് നമുക്ക് കാറിൻ്റെ എഴുതിയവർക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് കാര്യങ്ങളെല്ലാം വന്നത്, പക്ഷേ ട്രക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 100-ൽ 85 കിട്ടിയാലാണ് ഇതിൽ പാസ്സാവാൻ പറ്റുള്ളൂ. അടുത്തത് അസാഡ് വീഡിയോ ആണ്. നമുക്കറിയാം കാർ ലൈസൻസ് എടുത്ത എല്ലാവർക്കും അറിയാം അസാഡ് വീഡിയോ എങ്ങനെയായിരിക്കും എന്ന്. എനിക്കൊരു വീഡിയോ ഗെയിം കളിച്ച വരെയാണ് തോന്നിയത് കണ്ടപ്പോൾ. നമ്മളൊരു സിറ്റുവേഷൻ അതിനകത്ത് നോക്കണം. നമ്മളൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ബ്രേക്ക് ചവിട്ടണേ അല്ലെങ്കിൽ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ മൗസിൽ എൻ്റർ ചെയ്യണത്. അപ്പോൾ അതിനകത്ത് 100-ൽ 67 കിട്ടിയാലാണ് നമുക്ക് പാസ് മാർക്ക് ആവുള്ളൂ. അടുത്തത് CPC എക്സാം ആണ്. CPC എക്സാം എന്ന് വെച്ചാൽ ഒരു പാരഗ്രാഫും തരും, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും തരും. ഈ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. 50-ൽ ഒരു 45 കിട്ടിയാലാണ് ഇതിൻ്റെ പാസ് മാർക്ക്. ഈ 3 എക്സാം പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ട്രെയിനിങ് എടുത്തു കൊടുക്കാം. ഇനി പ്രാക്ടിക്കൽ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 3 എക്സാമുകളാണ് ഇതിനകത്ത് വന്നത്. ഒന്ന് റോഡ് ടെസ്റ്റ്, പിന്നെ ഒന്ന് റിവേഴ്സ് ടെസ്റ്റ്, പിന്നെ ഒന്ന് CPC ടെസ്റ്റ്. അടുത്തെന്ന് പറഞ്ഞാൽ റോഡ് ടെസ്റ്റ് ആണ്. റോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 45 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറിനടുത്ത് നമ്മളെ റോട്ടിൽ കൂടെ ഡ്രൈവ് ചെയ്യിക്കും. ഏകദേശം ഒരു 2-3 പുള്ളപ്സ് നമ്മുടെ അടുത്ത് പറയാൻ ചാൻസ് ഉണ്ട്. അത് സേഫ് ആയിട്ടാണോ നമ്മൾ നിർത്തണേന്ന് നോക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് സേഫ് ആയിട്ടാണോ നമ്മൾ ഡ്രൈവ് ചെയ്യണേന്ന് നോക്കുക. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ടെസ്റ്റ് ആണ്. ഏതെങ്കിലും ഒരു യാർഡിൻ്റെ ഉള്ളിൽ വെച്ചായിരിക്കും നടത്തണേ. അതൊരു ബേ പാർക്കിംഗ് ആണ് വന്നത്. അത് ആദ്യം ഫ്രണ്ട് പോയിട്ട് റിവേഴ്സ് വന്ന് അവർ വരച്ചൊരു വരയുണ്ട്. ആ വരയിൽ കൃത്യം ഈ ട്രെയിലറിൻ്റെ ബാക്ക് എൻഡ് നിർത്തണം. അടുത്തത് CPCയുടെ പ്രാക്ടിക്കൽ എക്സാം ആണ്. അതിന് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെയിലർ കപ്പിൾ ചെയ്യുക, അതുപോലെ തന്നെ ട്രെയിലർ അൺകപ്പിൾ ചെയ്യുക, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിനെ പറ്റി അതൊക്കെയാണ് വന്നത് മെയിൻലി. അപ്പോൾ 3 തിയറി എക്സാമും 3 പ്രാക്ടിക്കൽ എക്സാമാണ് വന്നത്. ഇതാരും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ട്രക്ക് ഡ്രൈവറായി.